ഇന്നത്തെ ദിവസം ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. ഇന്ന് പിള്ളേർക്കൊക്കെ എക്സാം തുടങ്ങുന്ന ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് മിഷ്യത്തിലൊക്കെ തുണികളിട്ട് അലക്കിയിരുന്നു. അപ്പോൾ ജിമ്മിലൊക്കെ പോയി വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് വിരിച്ചിടലാണ് കേട്ടോ. പിന്നെ രാവിലെ മീൻ കൊണ്ടുവന്ന ചേട്ടൻ്റെ കുറച്ച് മീൻ വാങ്ങിയിരുന്നു. കിളിമീനാണ് കേട്ടോ വാങ്ങിയത്. ഇനി അതൊക്കെ ഒന്ന് നന്നാക്കണം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പിള്ളേരുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരും വേണം. വൈകിട്ടായപ്പോൾ മീൻകറി വെക്കാൻ പോവാണ്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളി ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മീൻ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് ഉപ്പും കൂടി ഞാൻ ചേർത്ത് ഇങ്ങനെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ മസാല ഒന്ന് മൂത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കണേ. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുക്കണം. എന്നിട്ട് ആ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക. പിന്നെ അതിലേക്ക് കുടപ്പുളി കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ മീൻ ഇങ്ങനെ പുരട്ടി വെച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത കാരണം ഉപ്പ് നോക്കിയിട്ടാണ് കേട്ടോ മീൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം വറ്റിയോ പിന്നെ മീനൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ നോക്കണ്ടായേ. അത് കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇറക്കി വെക്കാണ്ട് ചെയ്യണത്. കറി വയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെടികളും പച്ചക്കറികളൊക്കെ നനച്ചു കൊടുക്കാൻ കേട്ടോ. മഴ ഇപ്പോൾ പെയ്യും നാളെ പെയ്യുമെന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇതൊക്കെ വാടി പോവാണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വെച്ച്